ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? ഇന്നുണ്ടല്ലോ നമുക്കൊരു മോർണിംഗ് റൂട്ടീനും പിന്നെ ഈയിടെയായിട്ട് ഞാനും എൻ്റെ കസിനും കൂടി ഒന്ന് പുറത്ത് പോയിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ അധികം ഇതുപോലെ എന്തെങ്കിലും ഡ്രിങ്ക്സ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാറ്. ഇത് ബീട്രൂട്ടിൻ്റെ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജീരകമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തിളപ്പിച്ചിട്ടാണ് കുടിക്കാറ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര മഴക്കാറാണ് കേട്ടോ, പുറത്ത് ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന റൂമിൽ നിന്ന് വീഡിയോ എടുക്കുക. ഇന്ന് കുടിക്കാനുള്ള ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കുക്കുംബറും വെള്ളം വെച്ചിട്ട്. ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോർണിംഗ് റൂട്ടീൻ ചെയ്യുന്നത് അത്രയ്ക്ക് രാവിലെ ഒന്നുമല്ല, ഏർലി മോർണിംഗ് ഒന്നുമല്ല. ഇതൊരു 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ എണീക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുള്ളത് ഈ ഒരു ടൈമിലൊക്കെ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോർണിംഗ് പേഴ്സൺ അല്ല എന്ന് പറയാൻ കാരണം, രാത്രി എനിക്ക് കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ രാത്രി ഉറങ്ങാതെ സുബൈ വരെയൊക്കെ ഇരിക്കാം, അതായത് രാവിലെ വരെയൊക്കെ ഇരിക്കാം. പക്ഷേ രാവിലെ നമ്മൾ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് എങ്ങനെയായാലും വർക്കാവാറില്ല. ഈ ഒരു ടൈം എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് ബ്രേക്കാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ കഴിച്ചത്. പുട്ടും പിന്നെ അതിലേക്ക് കുറച്ച് കുക്കുംബറും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് യോഗട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ചിലോട്ടായിട്ട് ഒരു അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലോട്ട് അവക്കാഡോയും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് കുറച്ച് കുരുമുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മൾ എഗ്ഗും കൂടി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും കസിനും കൂടി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. നെക്സ്റ്റ് വീക്കായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ മെയിനായിട്ട് ബുക്കും പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചു. പിന്നെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏതായാലും പോയ സ്ഥിതിക്ക് എല്ലാം കൂടി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് 2 പേർക്കും ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ഷുഗർ ഇല്ലാത്തത് ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. നമ്മൾ വേഗം തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്തു. ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മേടിക്കുമ്പോൾ കയ്യിലിങ്ങനെ കവറിട്ടിട്ട് എടുക്കുന്നത് ആരും അവിടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ എപ്പോൾ പോവുകയാണെങ്കിലും ഞാനും അതുപോലെ തന്നെ ചെയ്യുമെന്തോ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നി. വൈകിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇപ്പോൾ ക്ലാസ്സായിട്ട് മുന്നോട്ട് പോവുകയാണ്. ക്ലാസ് മാത്രമല്ല, ഹെൽപ്പായിട്ട് ചാച്ചി വീട്ടിൽ കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആയിരുന്നു. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇതിൽ എന്ത് കോണ്ടൻറ്റാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമ്മളെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റ്സ് റിലേറ്റഡ് ടു മീ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചാനൽ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.